കെ മുരളീധരൻ നേരത്തെ പറഞ്ഞ അഭിപ്രായം അത് തന്നെയാണ് അവിടെ എത്തുന്ന ഏതൊരു സാധാരണക്കാരനും മറ്റേതൊരു വ്യക്തിക്കും അവിടെ എത്തുമ്പോൾ പറയാനുള്ളത്. തിരക്കിൽ അധികം നിൽക്കേണ്ടി വരുന്നില്ല. തിരക്ക് കാണുമ്പോൾ ഇത്രയധികം ആളുകൾ ഉണ്ടോ എന്ന് തോന്നും. പക്ഷെ വളരെ സുഗമമായി തന്നെ ദർശനം നടത്തി മാറിയാൻ അവിടെ നിന്ന് തൊഴുതു മാറാൻ കഴിയുന്നുണ്ട്. അതിനൊക്കെയും മികച്ച ക്രമീകരണങ്ങളുണ്ട്. അതിൽ പോലീസിന്റെ വളരെ ശ്രമകരമായ ആ ജോലിയെക്കുറിച്ച് നിരവധി ആളുകൾ ഈ ഒരു ഘട്ടത്തിൽ എടുത്തു പറയുന്നുണ്ട്. ഒപ്പം നേരത്തെ കൂട്ടി തന്നെ വളരെ ചിട്ടയായ ക്രമീകരണം ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന്, ബന്ധപ്പെട്ട വകുപ്പിന്റെ ഭാഗത്തു നിന്നൊക്കെയും കൃത്യമായ ക്രമീകരണമുണ്ട്. ഇപ്പോഴും ഇടയ്ക്കിടെ മന്ത്രി വി എൻ വാസവൻ അടക്കമുള്ളവർ സന്നിധാനത്തെത്തി. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവർ അവിടെ തുടർന്നുകൊണ്ട് തന്നെ അവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. കുറവുള്ള എല്ലാ കാര്യങ്ങളും തീർത്ഥാടകർ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് പറഞ്ഞാൽ ഉടനടി അത് പരിഹരിക്കുന്ന ഒരു നിലയിൽ തന്നെയല്ലേ സന്തോഷ് ഇപ്പോഴും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇവിടെ എത്തുന്ന തീർത്ഥാടകർക്ക് ഒരു തരത്തിലുള്ള പ്രയാസവും നേരിടാത്ത വിധം അവർക്ക് സുഗമമായി ദർശനം നടത്തി മടങ്ങുന്നതിനുള്ള സൗകര്യങ്ങൾ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. ഏറെ സമയം കാത്തു നിൽക്കാതെ ദർശനം നടത്തി മടങ്ങാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ കൂടിയും അത് കൃത്യമായി നിയന്ത്രിച്ചുകൊണ്ട് തന്നെ ദർശനം നടത്താനുള്ള ഒരു സൗകര്യം പോലീസ് എല്ലാം ചേർന്ന് ഇവിടെ എത്തുന്ന തീർത്ഥാടകർക്ക് ഒരുക്കി കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഈ മണ്ഡല പൂജക്ക് ഇനി ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. മണ്ഡല പൂജക്ക് ഈ അവസാന പൂജകൾ കഴിഞ്ഞ് 26-ാം തീയതിയാണ് നടയടക്കുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി തീർത്ഥാടകർ ഈ സമയത്തിനകം തന്നെ സന്നിധാനത്ത് എത്താൻ വേണ്ടിയാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. മാത്രമല്ല തിരക്ക് വർദ്ധിക്കുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇപ്പോൾ അവധിക്കാലം, കുട്ടികൾക്ക് വെക്കേഷൻ കൂടി ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ കൂടി ഒരു തിരക്ക് കൂടി ശബരിമലയിൽ സന്നിധാനത്ത് ഇപ്പോൾ അനുഭവപ്പെട്ട് കൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ കൂടിയും ഏറെ സമയം കാത്തു നിൽക്കാതെ തന്നെ ദർശനം നടത്തി മടങ്ങാനുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. മാത്രമല്ല ഈ മണ്ഡല പൂജകൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഇപ്പോൾ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. മണ്ഡല പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ എല്ലാം തന്നെയും ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു തിരക്ക്, ഈ വലിയ ക്യൂ താഴെ ഭാഗത്ത് മരക്കൂട്ടം ഭാഗത്തൊന്നും കൂടുതൽ സമയം കാത്തു നിൽക്കേണ്ടതായി വരുന്നില്ല. കാരണം അവർക്ക് കഴിഞ്ഞ തവണയെല്ലാം ചില സമയങ്ങളിൽ കൂടുതൽ ഈ തിരക്ക് അനുഭവപ്പെട്ടതിനെ തുടർന്ന് മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഈ വർഷം അത്തരത്തിൽ ഇതുവരെ ഈ ഒരു മണ്ഡല സീസൺ അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ഒരു ദിവസം പോലും അത്തരത്തിലുള്ള ഒരു അനുഭവം തീർത്ഥാടകർക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ എത്തുന്ന പ്രധാനപ്പെട്ട ആളുകൾ, തീർത്ഥാടകരും അതോടൊപ്പം തന്നെ മറ്റ് ജനപ്രതിനിധികളും നേതാക്കന്മാരും എല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യവും ഇത്തവണ വളരെ സുഗമമായ ദർശനം നടത്തി എല്ലാവർക്കും മടങ്ങാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്നലെ കെ മുരളീധരൻ എത്തിയപ്പോഴും ദർശനം നടത്തി കഴിഞ്ഞതിന് ശേഷവും ആ രീതിയിൽ തന്നെയാണ് പ്രതികരിച്ചത്. വളരെ സുഗമമായ രീതിയിലുള്ള ദർശനം സാധ്യമാകുന്നു. മികച്ച ഏകോപനമാണ് ഇത്തവണ ശബരിമലയിൽ ഉള്ളത് എന്നുള്ളതാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. അത് ഇവിടെ എത്തുന്ന എല്ലാവരുടെയും എല്ലാ തീർത്ഥാടകരുടെയും പൊതു അഭിപ്രായം തന്നെയാണ് ആ രീതിയിൽ ഉള്ളത് എന്നുള്ളതാണ്. ഈ ഇന്നലെ മാത്രം ഈ സന്നിധാനത്ത് എത്തിയ തീർത്ഥാടകരുടെ എണ്ണം 96,853 ഇത് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തവരും അതോടൊപ്പം തന്നെ സ്പോട്ട് ബുക്കിംഗ് എടുത്തവരും കൂടാതെ ഈ മറ്റ് കരിമല ചവിട്ടി വരുന്നവരുമൊക്കെ തന്നെ ഇതിനകത്ത് ഉണ്ട്. ഏതായാലും 1,00,000-നടുത്തേക്ക് ഈ തീർത്ഥാടകരുടെ എണ്ണം കഴിഞ്ഞ ദിവസം എത്തി എന്നുള്ളത് തന്നെയാണ്. ഒരു പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കാനുള്ള. എങ്ങനെയാണ് ശബരിമല തിരക്കൊക്കെ ഉണ്ടോ? ரொம்ப திறக்குங்க சாமி. நான் நேற்று நைட்டு 11 மணிக்கு நேற்று காலையில் ஏறணும். நேற்று நைட்டு தான் சாமி பார்த்தோம். இப்போ இன்னொருக்கா சிவில் தரிசனம் பார்த்துட்டு கிளம்புறோம். அரேஞ்ச்மெண்ட்ஸ்லாம் நல்லா இருக்குங்க. எல்லாம் நல்லா சூப்பரா பண்ணிருக்காங்க. எல்லாம் நல்லா பண்ணிருக்காங்க இந்த வருஷம். எல்லாம் நல்லா இருக்குங்க. எல்லா அரேஞ்ச்மெண்ட்ஸும் நல்லா பண்ணிருக்காங்க. கோயம்புத்தூர்ல இருந்து வரோங்க. 14 பேர் வந்துருங்க. 14 பேர் எல்லாம் ஒரே குரூப் தான் நாங்கள்.
തീർത്ഥാടകർ പറയുന്നത് പോലെ തന്നെ ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നെത്തിയ ഒരു സംഘം തീർത്ഥാടകരാണ് നമ്മളോട് സംസാരിച്ചത്. അവരെല്ലാം ഇവിടെ ഉള്ള സംവിധാനങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. ഏറ്റവും മികച്ച ക്രമീകരണങ്ങൾ തന്നെ എന്നുള്ളതാണ് പറയുന്നത്. കാരണം നല്ല തിരക്കുണ്ടെങ്കിൽ കൂടിയും അവർക്ക് അത് അനുഭവപ്പെട്ടിട്ടില്ല. സുഗമമായിട്ടുള്ള ദർശനം നടത്തി മടങ്ങാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് തീർത്ഥാടകർ അഭിപ്രായപ്പെടുന്ന കാര്യം. നമുക്ക് അവരുടെ മുഖത്ത് ആ സന്തോഷവും കാണാൻ കഴിയുന്നുണ്ട്. മികച്ച ഒരു തീർത്ഥാടന അനുഭവം ലഭിച്ചതിൻ്റെ സന്തോഷവും അവരുടെ എല്ലാവരുടെയും മുഖത്ത് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ ദിവസങ്ങളോളം വ്രതമെടുത്ത് വ്രതശുദ്ധിയോടുകൂടി ഈ 18ാം പടി ചവിട്ടാൻ ഇവിടെ എത്തുന്നവർക്ക് ഇവിടെയുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കി ഏറ്റവും സുഗമമായ ദർശനം നടത്തുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അത് പൂർത്തീകരിക്കുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന സന്തോഷമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതാണ് പ്രതികരണങ്ങളിലൂടെ ഇവിടെ എത്തുന്ന തീർത്ഥാടകർ പങ്കുവെക്കുകയും ചെയ്യുന്നത്. ഒരുപക്ഷെ ഇന്നലത്തേക്കാൾ കൂടുതൽ തിരക്ക് ഇന്ന് അനുഭവപ്പെടാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. രാവിലെ തന്നെ പുലർച്ചെ മുതൽക്ക് തന്നെ അതിൻ്റെ സൂചനകൾ തന്നെയാണ്, തിരക്കിൻ്റെ സൂചനകൾ തന്നെയാണ് കാണുന്നത്. കാരണം ഈ മണ്ഡല പൂജയ്ക്ക് നടയടക്കാൻ പൂജയ്ക്ക് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിനുള്ളിൽ തന്നെ ദർശനം നടത്തി മടങ്ങാനാണ് കൂടുതൽ ആളുകളും ഈ സമയത്ത് ഇവിടേക്ക് എത്തിച്ചേരുന്നത്. ഏതായാലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ കൂടിയും സുഗമമായ ദർശനം നടത്തി ഇവിടെ എത്തുന്ന തീർത്ഥാടകർ മടങ്ങുകയാണ്. കാവ്യ. ശരി സന്തോഷ്, എന്തായാലും സന്തോഷിനോട് ഇപ്പോൾ പ്രതികരിച്ച ആ തീർത്ഥാടകരൊക്കെയും പറഞ്ഞതുപോലെ തന്നെ എന്തൊരു സംതൃപ്തിയാണല്ലേ ആ വാക്കുകളിൽ. അവർ സന്തോഷത്തോടു കൂടി പറയുകയാണ് ഇന്നലെ എത്തി സുഗമമായ ദർശനം എല്ലാം നന്നായി ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് പോലീസിൻ്റെ അടക്കം ഇടപെടൽ ഭംഗിയായിട്ടുണ്ട് എന്ന് പറയുന്ന ആ ഒരു സംതൃപ്തി ഉണ്ടല്ലോ. ആ ഒരു സംതൃപ്തിയുടെ വാക്ക് മാത്രമാണ് തീർത്ഥാടകരുടെ ഭാഗത്തു നിന്ന് ഈ ഒരുക്കിയിരിക്കുന്ന സംവിധാനങ്ങൾ ഏകോപിപ്പിച്ച് നമ്മുടെ എല്ലാവർക്കും വേണ്ടത് എന്നുള്ളതാണ്. അത് പോലീസിനായിക്കോട്ടെ, ദേവസ്വം ബോർഡിനായിക്കോട്ടെ, സർക്കാരിന് ബന്ധപ്പെട്ട വകുപ്പുകൾക്കായിക്കോട്ടെ ഒക്കെയും വിവിധ വകുപ്പുകളുടെ ചിട്ടയായ ഏകോപനമൊക്കെയും നടന്നിട്ടുണ്ട്. അതിൻ്റെ വിജയമാണ് ഇപ്പോൾ 1 ലക്ഷത്തോളം പേരാണ് ഇപ്പോൾ നിൽക്കുന്നത് അവിടെ. ആ കൂട്ടായ്മയുടെ ആ തീർത്ഥാടകരുടെ ഒക്കെയും ആവശ്യങ്ങൾ അപ്പോൾ എത്തിച്ച് പ്രശ്നങ്ങൾ എന്തെങ്കിലും ബോധിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് പരിഹരിച്ച് തന്നെ ഉടനടി പരിഹാരം എന്ന നിലയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ നിറഞ്ഞ സംതൃപ്തി തീർത്ഥാടകരുടെ മുഖത്തും മനസ്സിലും ഉണ്ട് എന്നുള്ളതാണ് ഈ മണ്ഡലകാലത്തിൽ ഏറ്റവും വലിയ സന്തോഷമായി എടുത്ത് കാണിച്ചുകൊണ്ട് ഇപ്പോൾ സന്തോഷ് അടക്കമുള്ളവർ സന്തോഷത്തോടു കൂടി തന്നെ പറഞ്ഞതും സന്തോഷിനോട് ഹായ് പറയണമെന്ന് ശബരിമലയിൽ നിന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് ഇപ്പോൾ ഇറങ്ങിയ സുജു ടി ബാബു പറഞ്ഞിട്ടുണ്ട്. സുജു, സന്തോഷ് നിൽക്കുമ്പോൾ പറയാൻ കഴിഞ്ഞില്ല. സന്തോഷ് അവിടെയുണ്ട്. അപ്പോൾ സന്തോഷിനെ സുജു അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. തീർച്ചയായും സുജുവായിരുന്നു ഇതിനു മുൻപ് ഇവിടെ. സുജുവാണ് ചുമതല എനിക്ക് കൈമാറി ഇവിടെ നിന്നും മലയിറങ്ങിയത്. അതിനുശേഷം സുജു വിളിച്ചിവിടെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുമുണ്ട്. കാവ്യ. തീർച്ചയായും. ഓക്കെ സന്തോഷ്, താങ്ക് യു.